പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വരുണിനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി കൊടുത്തിന് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതറിയുന്ന വരുണിൻ്റെ അച്ഛൻ MLA ഏതായാലും വരുണിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തും. വരുണിനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന സമയത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ വരുണിൻ്റെ അച്ഛനെ. എന്നിട്ട് മോനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോനെ ഈ ഒരു അവസ്ഥയിലാവാൻ കാരണക്കാരൻ ആരാണെന്ന് ചോദിക്കും. അന്നേരം വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ടതിനെ വരുൺ പറയുന്നുണ്ട്, അച്ഛാ വിക്രമാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് പറയുന്ന സമയത്തിന് MLAയുടെ മുഖം അങ്ങ് മങ്ങും. വിക്രമിനെ കടിച്ചു കീറാനുള്ള ദേഷ്യമായിരിക്കട്ടോ MLAക്ക്. വരുണിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടതിന് നഴ്സ് പറയുന്നുണ്ട്, അയാൾക്ക് ഒട്ടും വയ്യ, അയാളെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന സമയത്തിന് ഒട്ടും സഹിക്കാൻ കഴിയാതെ MLA അവിടെ നിന്ന് പോവാണ്. വരുണിൻ്റെ മൊഴി കേട്ടുകൊണ്ടതിന് വാസവൻ ഏതായാലും പുറത്തേക്ക് വന്നിട്ട് പോലീസിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ വിക്രം? അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. അവൻ്റെ വീടും വീട്ടുകാരെയും എല്ലാവരെയും പറ്റിയിട്ട് എനിക്കറിയണമെന്ന് പറയുന്ന സമയത്തിന് പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവനൊരു ഗുണ്ടയാണ് സാർ. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്ന ശ്രീകാര്യ ശ്രീനിവാസൻ്റെ വലം കൈയാണ് വിക്രം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അയാൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് വിക്രം. അതുതന്നെയാണ് അവൻ്റെ ബലവും. അവനെ വെച്ചുകൊണ്ടാണ് വിക്രം കളിക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം വാസവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതിയെ മനസ്സിലായല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ അറസ്റ്റ് ചെയ്യണം. എൻ്റെ മകൻ ഇപ്പോൾ അനുഭവിക്കുന്ന അതേ വേദന അവനും അനുഭവിക്കണം. അവൻ മാത്രമല്ല അവൻ്റെ വീട്ടുകാരും അനുഭവിക്കണമെന്നിങ്ങനെ പറയുന്ന സമയത്തിൻ്റെ പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സർ, നടു റോട്ടിലിട്ടുകൊണ്ടാണ് അവൻ വരുണിനെ തല്ലിച്ചതച്ച് ഈ അവസ്ഥയിലാക്കിയത്. എന്നിട്ട് പോലും അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരാൾ പോലും അവന് വേണ്ടിയിട്ട് സാക്ഷി പറയാനുണ്ടായിട്ടില്ല. എല്ലാവരും അത് കണ്ടു നിന്നു എന്നല്ലാതെ വിക്രമാണത് ചെയ്തതെന്ന് ഒരാൾ പോലും സമ്മതിച്ചു തരുന്നില്ല എന്ന് പറയും. ഒരൊറ്റ സാക്ഷി പോലും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് സർ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാട്ടോ പോലീസ്. പോലീസിന്റെ വാക്ക് കേട്ട് ദേഷ്യം കൊണ്ട് തന്നെ വാസവൻ പോലീസിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പറയുന്നുണ്ട്, എടാ എൻ്റെ മോൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ, അതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല. എവിടെ നിന്നും ഒരു സാക്ഷിയെ കണ്ടെത്തിയിട്ടാനും വേണ്ടില്ല, അവനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ പോവാം സർ. അവൻ്റെ അച്ഛനൊരു അധ്യാപകനാണ്. 3 മക്കളിലെ ഇളയവനാണ് വിക്രം. അവൻ മാത്രമാണ് ഈ ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നത്. പോലീസ് ഏതായാലും വിക്രമിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരികയായിരിക്കും. വേദയുടെ മനസ്സിലാണെങ്കിൽ വിക്രമിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. വരുണിനോട് വിക്രം ചെയ്ത ആ ഒരു ക്രൂരതയായിരിക്കും വേദയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വരുന്നത്. വിക്രം ഇങ്ങനെയൊക്കെ പ്രതികരിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പും വിഷമമൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. വിക്രമിന്റെ ചെയ്തികളെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടി കരയുന്ന സമയത്തായിരിക്കും കേട്ടോ ഒന്നും അറിയാത്ത ഭാവത്തിൽ വിക്രം ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത്. വിക്രം വേദയുടെ അടുത്തേക്ക് മുറിയിലേക്ക് വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, നിനക്കിതെന്ത് പറ്റി? നീ എന്തായിരുന്നു കരയാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും വേദ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വിക്രത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പോയിട്ടായി പറയുന്നത്? നിങ്ങളുടെ ദേഹമാകെ ഒരു മനുഷ്യന്റെ രക്തക്കറയായിരിക്കും. ഒരു മനുഷ്യനെ അങ്ങ് അടിച്ച് തല്ലി കൊല്ലാരാക്കിയിട്ട് ആ ഒരു രക്തത്തിന്റെ ഗന്ധമായിരിക്കും നിങ്ങളുടെ ദേഹത്താകെ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് ഒരു അത്ഭുതത്തോടു കൂടിയായിരിക്കും വിക്രം വേദയെ നോക്കുന്നത്. ഇവളെല്ലാ സത്യവും മനസ്സിലാക്കിയോ എന്നൊക്കെ ചിന്തിച്ച് വിക്രം ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വേദ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ വേണ്ടാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ടെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പാവ മനുഷ്യനെ നിങ്ങൾ നടു റോഡിലിട്ട് ഇത്ര ക്രൂരമായിട്ട് ഒരു മൃഗത്തെ പോലെ പെരുമാറിയത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അപ്പോൾ നീ അതെല്ലാം അറിഞ്ഞിട്ടല്ലേ സംസാരിക്കുന്നത്? നീ ഏതായാലും എന്നെ ചോദ്യം ചെയ്യേണ്ട. ഈ വിക്രം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. അവൻ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷയാണ് അവനക്ക് കിട്ടിയത്. അവൻ ഇതല്ല, അവനെ ശരിക്കും കൊല്ലാണ് വേണ്ടിയിരുന്നത്. ഞാനത് ചെയ്യാത്തത് അവൻ ഇങ്ങനെ കടന്ന് നിരകിക്കുന്നത് എനിക്ക് കാണണമായിരുന്നു എന്ന് പറയും. വിക്രത്തിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര ദേഷ്യം വെറുപ്പൊക്കെ തോന്നിപ്പോവാട്ടോ വിക്രത്തിനോട്. വിക്രം പറയുന്നത്, നീ ഏതായാലും ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട. ഞാനൊരു ഗുണ്ടയാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നീ എന്നെ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും നന്നാവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്റെ ജീവിതം വെറുതെ പാഴാക്കണ്ട, നീ നിന്റെ പാട്ടിന് പോവാനൊക്കെ പറഞ്ഞത് എന്ന് പറയും. എനിക്ക് ഏതായാലും വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. ഇതേ സമയത്തായിരിക്കും വിക്രമെ അന്വേഷിച്ചുകൊണ്ടതിരെ പോലീസുകാരൻ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പോലീസിനെ കണ്ടതോടുകൂടി തന്നെ നന്ദിനി ആകെ പേടിച്ച് വിറച്ചിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. പോലീസിനെ കണ്ടതോടുകൂടി തന്നെ വിക്രമും വിനായകനും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. പോലീസിനെ കാണുന്ന സമയത്തിന് വിക്രമും വേദയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് സുധാകര മാഷും കമലമ്മ ഇങ്ങനെ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും. അന്നേരം പോലീസുകാരൻ പറയുന്നത്, MLA വാസവൻ മകനെ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ച് വന്നിരിക്കുകയാണ് നിങ്ങളുടെ മകൻ വിക്രം എന്ന് പറയും. പോലീസിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ഇങ്ങനെ അമ്പരപ്പെട്ട് വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രം ഏതായാലും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ പോലീസ് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ അല്ലേടെ ആ MLA വാസവന്റെ മകനെ നടു റോട്ടിലിട്ട് തല്ലി ചതച്ചത്? നീയാണ് അവനെ വളരെ മൃഗീയമായിട്ട് തല്ലി ചതച്ചത് എന്നുള്ള മൊഴിയും അവൻ തന്നിട്ടുണ്ട്. അന്നേരം വിക്രം യാതൊരു കൂസലും ഇല്ലാതെ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനാണത് ചെയ്തത് എന്നുള്ളത് എന്താ തെളിവ്? നടു റോട്ടിൽ വെച്ച് ഞാൻ അവനെ തല്ലി ചതച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടതിന് ആരെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒന്ന് പോണം സർ, തെളിവില്ലാതെ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നൊക്കെ ചോദിക്കാണ് വിക്രം. അന്നേരം സുധാകരൻ മാസ്റ്ററോടായിട്ട് പോലീസ് പറയുന്നുണ്ട്, വിക്രമാണ് ഇത് ചെയ്തത് എന്ന കാര്യം വരുൺ മൊഴി തന്നിട്ടുണ്ട്.
പക്ഷേ ഇപ്പൊ തൽക്കാലം സാക്ഷികൾ ആരുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട. അന്നേരം വേദ വന്നിട്ട് ഇങ്ങനെ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, വിക്രമിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള തടസ്സം ഒരു സാക്ഷിയാണല്ലേ? അന്നേരം അതേ കുട്ടിയെന്നിങ്ങനെ പോലീസുകാർ പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അതിൽ കണ്ട സാക്ഷിയുണ്ട് സർ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും അമ്പരപ്പോടുകൂടെ വേദയെ തിരിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. വേദ പറയുന്നുണ്ട്, അതെ സർ, ഞാനാണ് സാക്ഷി, ഞാൻ കണ്ടതാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ് വിക്രം അയാളിട്ട് ഒരു പട്ടിയെ പോലെ ഇങ്ങനെ തല്ലിച്ചതക്കുന്നത്. ഈ തെറ്റ് ചെയ്തത് കൊണ്ട് വിക്രമിന് സാറിനെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ആരുടെ മുന്നിലാണെങ്കിലും ഞാൻ ഈ സാക്ഷി പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറയും. ഞാൻ കണ്ട കാര്യം ഏത് കോടതിയിൽ വെച്ച് വേണമെങ്കിലും ഞാൻ പറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാട്ടോ വേദ. വിക്രമിനെ അറസ്റ്റ് ചെയ്യണം സർ, തെറ്റ് ചെയ്തതാണെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറയും. എന്നാൽ വിക്രത്തിനെതിരായിട്ട് വേദ സാക്ഷി പറഞ്ഞതോടുകൂടി തന്നെ സുധാകരൻ മാഷ് ഒന്നും മിണ്ടാതെ വേദയത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. കമലമ്മക്ക് തൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കമലമ്മ വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? വിക്രം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പുറകെ മറ്റെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഏതായാലും പോലീസ് ഇങ്ങനെ വേദയോട് പറയുന്നുണ്ട്, കുട്ടിയെ പോലുള്ളവരാണ് ഈ സമൂഹത്തിന് ആവശ്യം, തെറ്റ് കണ്ട പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. അങ്ങനെ മറ്റു പോലീസുകാരെല്ലാം വന്നുകൂടതിന് ആ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ വിക്രമിനെ വിലങ്ങ് വെക്കുന്നുണ്ട്. വിക്രത്തിന് ഏതായാലും ഭയങ്കര ദേഷ്യം വന്നിട്ടോ വേദ തനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞത്. വിക്രത്തിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ടുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട്, എടി ഞാനാണത് തെറ്റ് ചെയ്തത് എന്ന് നീ വിളിച്ചു പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലടി. പക്ഷേ ഒരു കാര്യം കൂടി നീ ഓർത്തു വെച്ചോ, ഈ പറഞ്ഞതിന് നീ ഒരിക്കൽ എന്നോട് കരഞ്ഞ് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും. ഞാൻ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് നീ എന്നോട് പറയുന്ന ഒരു ദിവസം വരും വേദേ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അതിപ്പോൾ ഏതായാലും നിന്നെ ബോധ്യപ്പെടുത്താനൊന്നും എനിക്ക് സൗകര്യമില്ല. നീ ഇപ്പം ഇനി ഇത് ആരോട് തന്നെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കൂസലും ഇല്ലാതെ ആയിരിക്കട്ടെ വിക്രം പോലീസുകാരുടെ കൂടെ ജീപ്പിൽ കയറി അവിടെ നിന്നും പോകുന്നത്. വിക്രമിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് വളരെയധികം വിഷമത്തോടു കൂടെ ആയിരിക്കട്ടെ വേദ അതെല്ലാം നോക്കി നിൽക്കുന്നത്. ആ സമയത്തിന് കമലമ്മ കരഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്ത് പണിയും കാണിച്ചത്? എന്തിനാ നീ ഇപ്പം ഇങ്ങനെ ചെയ്തത്? എന്തിനാ നീ അവനെതിരായിട്ട് സാക്ഷി പറഞ്ഞത്? നീ കാരണം മാത്രമാണ് ഇപ്പോൾ വിക്രമിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. നീ എന്തിനാ അങ്ങനെ പോലീസിനെ മൊഴി കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ കമലമ്മ ചോദിക്കുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ കമലമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, വേദ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല കമല, നീ അവളെ വെറുതെ കുറ്റപ്പെടുത്തി സംസാരിക്കൊന്നും വേണ്ട. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അന്നേരം കമലമ്മ ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട്, മോൾ ഇങ്ങനെ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്, ഈ മൊഴി നീ മാറ്റി പറയണം എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ലമ്മേ, ഞാൻ കണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. ഞാൻ കണ്ട സത്യം ആരുടെ മുന്നിലും ഞാൻ വിളിച്ചു പറയും. വിക്രം അയാളോട് അത്രയും വലിയ ക്രൂരത ചെയ്യുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, വേദയെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിക്രം നിന്റെ ഭർത്താവല്ലേ, അവനെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. അവനെ രക്ഷിക്കുന്നതിന് പകരം അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കല്ല നീ ചെയ്യേണ്ടത് എന്നൊക്കെ പറയട്ടെ കമലം. അപ്പോൾ വേദ പറഞ്ഞിട്ട്, അമ്മേ, സമൂഹത്തിന് മുന്നിൽ വിക്രം തെറ്റുകാരനാണ്, വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ക്രൂരമായിട്ട് തെറ്റ് വിക്രം ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ അർഹമായിട്ടുള്ള ശിക്ഷ വിക്രം അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറയും. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കട്ടെ വേദയോട്. ദേഷ്യപ്പെട്ട് കമലമ്മ ഏതായാലും വേദയെ അവിടെ നിന്ന് മാറ്റി പുറത്താക്കാൻ പോകുന്ന ഒരു അടിപൊളി കിടിലൻ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും